നമസ്കാരം. അക്രമാസക്തനായ ട്രംപിനെ കത്തോലിക്ക സഭ തല്ലി. അമേരിക്കയെ തകർക്കാൻ ട്രംപിനെ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് സഭയുടെ തീരുമാനവും. ജനാധിപത്യത്തെ അപകടത്തിലാക്കുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയാണ് അമേരിക്കൻ കത്തോലിക്ക സഭ നേതൃത്വത്തിൽ നിന്ന് പ്രഹരതുല്യമായ രണ്ട് പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ലോക സമാധാനത്തിന് ഭീഷണിയായിട്ടുള്ള വിദേശ നയതന്ത്രങ്ങളിൽ നിന്നും ലക്ഷ്യങ്ങളിൽ നിന്നും അമേരിക്ക പിന്തിരിയണമെന്നാണ് 3 കർദിനാൾമാർ പുറപ്പെടുവിച്ച പ്രസ്താവന. ആ പ്രസ്താവനകളിൽ പറയുന്നത് അതാണ്. അതായത് രണ്ടാമത്തേത് മറ്റൊരു കാര്യമാണ്. അമേരിക്കൻ സൈനിക സേവനത്തിലുള്ള അതിരൂപതയുടെ അധ്യക്ഷനായിട്ടുള്ള ആർച്ച് ബിഷപ്പ് തിമോത്തി ബ്രോലിയുടേതാണ് രണ്ടാമത്തത്. ഗ്രീൻലാൻഡ് അധിനിവേശത്തിനായുള്ള മനസാക്ഷിക്ക് നിരക്കാത്ത ഉത്തരവുകളെ സൈനികർക്ക് ധിക്കരിക്കാമെന്നാണ് അദ്ദേഹം ആഞ്ഞടിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നതാണ്. അതായത് ട്രംപോ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളോ ഇതിനെ അംഗീകരിക്കുമെന്നോ അല്ലെ അംഗീകരിക്കണമെന്നോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ സത്യം വിളിച്ചു പറയുവാനും ആളുണ്ടായി എന്നുള്ളത് പ്രസക്തമായ കാര്യമാണ് എന്നുള്ളതാണ്. അങ്ങനെ അകത്തും പുറത്തും വിമർശകരോട് അക്രമാസക്തനാകുന്ന ട്രംപിനെതിരെയാണ് അമേരിക്കയിലെ കർദിനാൾമാർ ആഞ്ഞടിച്ചിരിക്കുന്നത്. ലോകസമാധാനത്തിന് ഭീഷണിയായിട്ടുള്ള വിദേശ നയതന്ത്രങ്ങൾ, ആ നയതന്ത്രങ്ങളിൽ നിന്നും ലക്ഷ്യങ്ങളിൽ നിന്നുമൊക്കെ അമേരിക്കയും ട്രംപുമൊക്കെ പിന്തിരിയണമെന്നാണ് ഷിക്കാഗോയുടെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബ്ലസ് ജെ കുബിക്, വാഷിംഗ്ടൺ ആർച്ച് ബിഷപ്പ് കർദിനാൾ റോബർട്ട് മാക്സൽ റോയ്, നെവാർക്ക് ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോസഫ് ഡബ്ല്യു ടോബിൻ എന്നിവരുടെതാണ് സംയുക്തമായിട്ടുള്ള ഒരു പ്രസ്താവന. ജീവിക്കുവാനുള്ള അവകാശത്തിന്റെ സംരക്ഷണത്തിലും മനുഷ്യാന്തസ് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള വിദേശ നയത്തിലേക്ക് അമേരിക്ക മടങ്ങണമെന്ന് പറയുന്നു. ഗ്രീൻലാൻഡിനോടും വെനിസ്വേലയോടുമുള്ള ഭീഷണി അവസാനിപ്പിക്കണമെന്ന് പറയപ്പെടുന്നു. ഇടുങ്ങിയ താൽപര്യ സംരക്ഷണത്തിനായിട്ട് യുദ്ധം ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് പറയുന്നു. അമേരിക്ക ലോകത്തിന്റെ ധാർമ്മിക സ്വരമാകണമെന്നും ഭീഷണിയാകരുത് എന്നും ഓർമ്മിപ്പിക്കുകയാണ് ഈ കർദിനാൾമാർ. ശീതയുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം ഇതാദ്യമായിട്ട് അമേരിക്കയുടെ പ്രവർത്തനങ്ങളുടെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അടിയന്തര സാഹചര്യത്തിൽ അവസാന ആശ്രയമായി മാത്രമേ സൈനിക നടപടി പാടുള്ളൂ എന്നത് ദേശീയ നയമാക്കണം. വർദ്ധിച്ചു വരുന്ന ഭീഷണികളും സായുധ സംഘടനകളും അന്താരാഷ്ട്ര ബന്ധങ്ങളെ തകർക്കുകയും ലോകത്തെ എണ്ണമറ്റ ദുരിതത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ലിയോ 14 മാർപ്പാപ്പയുടെ കാഴ്ചപ്പാട് പോലെ ധാർമ്മികതയിൽ ഊന്നിയ വിദേശ നയമാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടത് എന്നുള്ളതാണ്. ഏതൊരു രാജ്യത്തിന്റെയും ആവശ്യമാണ്. ആർച്ച് ബിഷപ്പ് തിമോത്തി ബ്രോലിയോ കഴിഞ്ഞ ദിവസം BBC-ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ അവരുടെ പരാമർശങ്ങൾ എന്ന് പറയപ്പെടുന്നത് പ്രഹരശേഷിയുള്ളതായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഗ്രീൻലാൻഡ് അധിനിവേശത്തിനുള്ള അധാർമിക ഉത്തരവിനെ സ്വന്തം മനസാക്ഷിയുടെ മണ്ഡലത്തിൽ നിന്ന് ധിക്കരിക്കാൻ പട്ടാളക്കാർക്ക് കഴിയുമെന്നാണ് അവർ പറഞ്ഞത്. ഇത് ആ വ്യക്തിയെ ദുഷ്കരമായ സാഹചര്യത്തിൽ എത്തിക്കുന്നു എന്നത് തന്റെ ആശങ്കയാണ് എന്ന് അവർ പറയുകയാണ്. മാത്രമല്ല, ധാർമ്മികമായി അംഗീകരിക്കാനാത്ത ഉത്തരവുകൾ ഉണ്ടാകുമ്പോൾ ചില സൈനികരുടെ അവസ്ഥ തന്നെ അത് ആകുലപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിശ്വാസി സമൂഹം പോലും ട്രംപിനോട് പറയേണ്ടി വരുന്ന ഒരു മാനസികാവസ്ഥയിലേക്കും ഗതികേടിലേക്കും ആ രാജ്യം എത്തി എന്നുള്ളതാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ അമേരിക്കൻ കത്തോലിക്ക സഭ നേതൃത്വത്തിലുള്ള പ്രഹരതുല്യമായ 2 പ്രസ്താവനകളെയും പുതുയുഗപ്പിറവി എന്നാണ് ദേശീയ ദിനപത്രമായ നാഷണൽ കാത്തലിക് റിപ്പോർട്ടർ വിശേഷിപ്പിച്ചത്. അമിത ദേശീയതയും ജനാധിപത്യത്തിലെ ഏകാധിപത്യ പ്രവണതയും മാനവികതയെ അപകടത്തിലാക്കുമ്പോൾ ലോകം ഇത് ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് പറയപ്പെടുന്നു. ചില സൈനിക ഇടപെടലുകൾ കഠിന വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് എങ്കിലും അമേരിക്കയുടെ ജനാധിപത്യ പ്രതിബദ്ധത കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിന്റെയും ഇസ്ലാമിക തീവ്രവാദത്തിന്റെയും കടന്നുകയറ്റങ്ങളെ ചെറുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. യൂറോപ്പും മറ്റ് ജനാധിപത്യ രാജ്യങ്ങളും മൗലികവാദത്തിന് മുകളിൽ വികസനത്തെ പ്രതിഷ്ഠിച്ച മുസ്ലിം രാജ്യങ്ങളും ഒരു പരിധിവരെ അതിനെ പിന്തുണച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ചരിത്രത്തിലൂടെ കൈവരിച്ച ജനാധിപത്യ നായക സ്ഥാനം ട്രംപിന്റെ 2ാം വരവിന്റെ 1 വർഷത്തിനിടെ ഇപ്പോൾ ഇതാ പ്രതിനായക പരിവേഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ട്രംപിനെ വോട്ട് ചെയ്ത് അധികാരത്തിലേക്ക് എത്തിയവർ തന്നെ ട്രംപിനെ പുറത്താക്കണമെന്ന് ആക്രോശിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് അർത്ഥം. ഈ അവസരത്തിലാണ് വകതിരിവില്ലാത്ത അധിനിവേശങ്ങൾക്ക് തങ്ങളുടെ പിന്തുണയില്ല എന്നുള്ള സൂചന കത്തോലിക്ക സഭയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. വെനിസ്വേലയുടെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യവും അടിച്ചമർത്തലും മാനവികതയ്ക്ക് വിരുദ്ധമാണ് എന്നതിൽ പരിഷ്കൃത ലോകത്തിന് സംശയമില്ല. പക്ഷെ പാർലമെന്റിനെ മറികടന്നുകൊണ്ട് വെനിസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയെ തട്ടിക്കൊണ്ടുവന്ന കാനഡയും ഗ്രീൻലാൻഡിനെയും താനിങ് എടുക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഭരണാധികാരി എങ്ങനെയാണ് ഒരു ഏകാധിപതി അല്ലാതാകുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വാൾ അതിന്റെ ഉറയിലിടാനാണ് അമേരിക്കയിലെ കത്തോലിക്ക സഭാ നേതൃത്വം തങ്ങളുടെ ഭരണാധികാരിയായിട്ടുള്ള ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത്.
തീവ്രദേശീയത, മതരാഷ്ട്ര ഭ്രാന്തുകൾ, ഏകാധിപതികളുടെ ജനാധിപത്യ ദുരുപയോഗം തുടങ്ങിയവയുടെ കാലത്ത് മതങ്ങൾ അവയുടെ ഉത്തരവാദിത്തങ്ങൾ മറക്കുന്നത് കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് എന്ന സന്ദേശം അത് ചെറുതല്ല എന്ന് പറയട്ടെ. പ്രത്യേകിച്ച് അമേരിക്കയിൽ ഉൾപ്പെടെ കഠിനകാലത്ത് പ്രതിപക്ഷം മൂടിപ്പുതച്ച് കിടന്നുറങ്ങുമ്പോൾ മതങ്ങളും മാധ്യമങ്ങളും പൊതുജനങ്ങളും ഉറക്കമിളക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ വസ്തുത നിലനിൽക്കുമ്പോഴാണ് അമേരിക്കയുടെ നയങ്ങൾ എന്ത് തന്നെയായാലും അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയില്ല എന്നും ട്രംപിന്റെ നടപടികളോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ കത്തോലിക്ക സഭാ നേതൃത്വങ്ങൾ മുന്നോട്ട് വന്നതും അക്രമാസക്തനായിട്ടുള്ള ട്രംപിനെ കത്തോലിക്ക സഭ തല്ലിച്ചതയ്ക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നതും. മാത്രമല്ല, ആ കത്തോലിക്ക സഭ പറയുന്നുണ്ട് അമേരിക്കയെ തകർക്കാൻ ട്രംപിനെ പോലൊരു ആഭാസനെ അനുവദിക്കില്ല എന്ന്. അത് തന്നെയാണ് ശരി. ട്രംപിന്റെ തീരുമാനങ്ങളിൽ പലതും പരാജയ കാരണങ്ങളാണ്. മാത്രമല്ല, ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും നേരായ വഴിയിലൂടെ ഉള്ളതാണ് എന്ന് തോന്നുന്നില്ല. കാരണം ജനാധിപത്യത്തെ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളും പ്രസ്താവനകളുമാണ് ഇവിടെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ, ഇത്തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനപരമായി പറയേണ്ടി വരുന്നത് എന്നുള്ളതാണ്. കാരണം ട്രംപിനെ പോലൊരാളുടെ യുദ്ധക്കൊതി അത് അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധരായിട്ടുള്ള കത്തോലിക്ക സഭയും സഭാ നേതൃത്വവും വൈദികരും അടക്കം ട്രംപിനെതിരെ തിരിയുന്നതും ട്രംപ് വായടക്കി മര്യാദയിരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ കൃത്യമായി അവർ പ്രതിപാദിക്കുന്നതും.